ജനാർദ്ദന കുറുപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ കാമരത്ന തന്ത്രത്തിലെ വശീകരണം എന്നുള്ള ഭാഗത്ത് മാതംഗി മന്ത്രം. ഈ ചൂർണം താഴെ കാണുന്ന മന്ത്രം സിദ്ധി വരുത്തി ജപിച്ച്, അതായത് പൂവാങ്കുറുന്നൽ ചൂർണത്തോടൊപ്പം ഗോരോചനം ചേർത്ത് ജപിച്ച ഒരു സ്ത്രീയുടെ മറ്റു സ്ത്രീകളുടെ സഹായത്തോടു കൂടി മുഖത്തേക്ക് തെറിപ്പിച്ചാലും മന്ത്രപൂർവ്വം അവളുടെ മുറിയിൽ തേച്ചു പിടിപ്പിച്ചാലും ആ സ്ത്രീ മാന്ത്രികന് വശമാകും. ഈ മന്ത്രം 1000 തവണ ജപിക്കുന്നതുകൊണ്ട് തന്നെ മന്ത്രസിദ്ധി ഉണ്ടാകും. ഓം നമോ ഭഗവതി മാതംഗേശ്വരി സർവമുഖരഞ്ജിനി സർവേഷാം മഹാമായി മാതംഗി കുമാരിക്ക് ലഹലഹജിഹ്വേ സർവലോകവശങ്കരി സ്വഹ. ഈ മാതംഗി മന്ത്രത്തിൽ ലഹലഹ എന്നതിന് പകരം ഹലഹല എന്നും ചേർത്ത് കാണുന്നുണ്ട്. വിഷ്ണുക്രാന്തി. ചന്ദ്രഗ്രഹണ കാലത്ത് വെളുത്ത വിഷ്ണുക്രാന്തി പറിച്ചെടുത്ത് വൃത്തിയാക്കി അരച്ച് അഞ്ജനമുണ്ടാക്കി കണ്ണിൽ തേച്ചാൽ 3 ലോകങ്ങളും വശീഭൂതമാകും. അല്ലെങ്കിൽ വിഷ്ണുക്രാന്തിയുടെ പേര് ഗോരോചനം ചേർത്തരച്ച് നെറ്റിയിൽ തിലകം ചാർത്തിയാലും മുൻപറഞ്ഞ ഫലം ഉണ്ടാകും. കൃഷ്ണപക്ഷ ത്രയോദശിയിൽ ശ്വേത ചൗണ്ടലി പറിച്ചെടുത്ത് അതിൻ്റെ തണ്ട് വെറ്റിലയിൽ ചേർത്ത് കൊടുത്താലും അത് ചവയ്ക്കുന്ന ആൾ എല്ലായ്പ്പോഴും വശവർത്തിയായിരിക്കും. കൃഷ്ണപക്ഷ ത്രയോദശി എന്നതിന് പകരം ശുക്ല ചതുർദശി എന്നും പാഠഭേദമുണ്ട്. ശിലാജിത്തും ഗോരോചനവും വെറ്റിലയുടെ നീരിൽ ചാലിച്ച് നെറ്റിയിൽ തിലകമിടണം. അതിനുശേഷം ആരെയെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തി വശീകരിക്കപ്പെടും. ഇതിനുശേഷം സ്വർണം ധരിച്ച് മാല, മോതിരം, വള, കുണ്ടലം താഴെ കാണുന്ന വജ്രകിരണ മന്ത്രം ജപിക്കണം. ഓം വജ്രകിരണേ ശിവേ രക്ഷ ഭവേ മമാദ്യ അമൃതം കുരുകുരു സ്വാഹ. ഈ മന്ത്രം 1000 തവണ ജപിച്ച് തിലകം ചാർത്തി ആണിനെ പെണ്ണിനെ നോക്കിയാൽ ആ നിമിഷം തന്നെ അവർ ആകർഷിക്കപ്പെടും. ഇത് സുനിശ്ചിതമാകുന്നു. ജന്മം മുഴുവൻ ദാസ്. ഹൃദയം, ചരണം, നേത്രം, നാസി എന്നിവയിലെ മലം സുപാരിയോടുകൂടി ചേർത്താൽ അത് തിന്നുന്നവൻ ജന്മം മുഴുവൻ ദാസനായി ഭവിക്കും. നീലകമലത്തിൻ്റെ തണ്ട് ഈ മന്ത്രം ജപിച്ച് ഗോരോചനം ചേർത്ത് താമ്രപത്രത്തിൽ അരച്ച് ചേർക്കണം. ഇത് 2 കണ്ണിലും എഴുതി നോക്കിയാൽ നോട്ടത്തിൽപ്പെടുന്ന ആൾ ആകർഷിക്കപ്പെടുന്ന ഇക്കാര്യത്തിൽ സംശയം വേണ്ട. നീലകമലത്തിൻ്റെ തണ്ട് അരച്ച് തിലകം ചാർത്തിയാൽ വശീകരിക്കാം. ഇതിൻ്റെ പൊടി വെറ്റില ചേർത്ത് തിന്നാൻ കൊടുത്താലും ഉത്തമമായ വശീകരണമാണ്. ഓം പിങ്കളായി എന്ന മന്ത്രം ജപിച്ച് വേണം കൊടുക്കാൻ. ചുവന്ന ഗൃധ്രത്തിൻ്റെ കഴുകൻ്റെ കണ്ണുകളോ ഉഷ്ണ ഉലൂക പക്ഷിയുടെ മൂങ്ങ കണ്ണുകളോ 2 കണ്ണുകളും എടുത്ത്, അല്ലെങ്കിൽ കറുത്ത ഉല്ലു പക്ഷിയുടെ നത്ത് എടുത്ത് ചൂടെണ്ണയിൽ സാവധാനത്തിലിട്ട് ചൂടാക്കി തേൻ ചേർത്ത് എടുത്ത് തിരിയുണ്ടാക്കി കത്തിച്ച് കൺമഷിയുണ്ടാക്കി അതുകൊണ്ട് കണ്ണെഴുതിയാൽ ആ വ്യക്തി 3 ലോകത്തെയും സർവ്വനെ വശീകരിക്കാൻ സമർത്ഥനായിത്തീരും. ദേവതാളി, സിദ്ധാർത്ഥ സരസം ചേർത്ത് ഗുളിയുണ്ടാക്കി മുഖത്ത് തേച്ചാൽ സർവ്വജനങ്ങൾക്കും പ്രിയപാത്രമായി തീരും. ഭാങ്കരത്തിൻ്റെ തണ്ടുകൊണ്ട് അരച്ച് മുഖത്ത് തേച്ചാലും എല്ലാവരും അംഗീകരിക്കും. രോഹിണി നക്ഷത്ര ദിനം ബരഗത വൃക്ഷത്തിൻ്റെ വള്ളികളെടുത്ത് കൈത്തണ്ടയിൽ കെട്ടിയാൽ അയാൾ സർവ്വജനങ്ങളെയും വശീകരിക്കാൻ കഴിവുള്ളവനാകും. ഈ യോഗം വിശ്വാമിത്ര മഹർഷി പറഞ്ഞിട്ടുള്ളതാകും. കുങ്കുമം. കാശ്മീരി കുങ്കുമം, തഗരം, കുഷ്ഠം, ഹരിതാളം എന്നിവ സമമായി എടുത്ത് അരയ്ക്കണം. അതിന് അനാമിക വിരലിൻ്റെ രക്തം ചേർത്ത് നെറ്റിയിൽ തിലകം ചാർത്തിയാൽ അയാൾ ഈ ജഗത് മുഴുവൻ അധീനത്തിലാകും. വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തം, ഭാഗ്രേയ, ഗോഖൂരു എന്ന ചെടിയുടെ തണ്ട് ഗോരോചന തുല്യമായി എടുത്ത് ഗുളിക ഉണ്ടാക്കണം. അത് വെള്ളത്തിൽ ചാലിച്ച് തിലകം തൊടണം. എന്നാൽ സർവ്വജനം മോഹനമായിരിക്കും. ഭാനുമൂലം. വെളുത്ത ഭാനുമൂലം, വെള്ള എരുക്ക് വേര് പൂയൻ നക്ഷത്രത്തിൽ പറിച്ചെടുത്ത് ആട്ടും മൂത്രത്തിൽ അരച്ച് ഗുളിയുണ്ടാക്കണം. അതിനെ ചാലിച്ച് തിലകം തൊട്ടാൽ ജഗത് ആകെ വശ്യമാകും. ഭാനുമൂലത്തണ്ട്, എരുക്ക് തണ്ട് പൂയൻ നക്ഷത്രത്തിലെടുത്ത് ആട്ടും ചോറിൽ അരച്ച് അതിൽ കൺമഷിയുണ്ടാക്കി കണ്ണെഴുതിയാൽ കാണുന്നവരെല്ലാം മുക്തരായിത്തീരും. പുഷ്കരമൂലം. പൂജിച്ച പുഷ്കരമൂലത്തണ്ട് ഓണ നക്ഷത്രത്തിൽ പറിച്ച് പൊടിച്ച് അതിൽ തകാരം ചേർത്ത് ധരിച്ചാൽ ത്രിലോകം മുഴുവൻ പരിവശീഭൂതമാകും. പൂയൻ നക്ഷത്രത്തിൽ കറുത്ത വിഷ്ണുക്രാന്തം, കലാപരാജിത തണ്ട് പൊറിച്ചെടുക്കണം. പശുവിൻ നെയ്യ് ചേർത്ത് കണ്ണിലെഴുതണം. എന്നാൽ സർവ്വലോകരും വശവർത്തിയെത്തി. ജീവകം. പുത്രജീവകപത്രം ഗോരോചനം ചേർത്ത് ചാലിച്ച് തിലകം തൊട്ടാൽ കാണുന്ന മാത്രത്തിന് ആൾ ആകർഷിക്കപ്പെടും. ശ്വേതവിഷ്ണുക്രാന്തി കൊണ്ട് ശ്വേത 2 ചേർത്ത് അരച്ച് ചാലിച്ച് മൂക്കിൻ്റെ അറ്റത്ത് തിലകം ചേർത്താൽ നിശ്ചയമായും വശീകരണം ഉണ്ടാകും. മഞ്ചാടി, വചം, യദം, ശ്വേതമന്ദാരം, ചോര എന്നിവ തുല്യമായി എടുത്ത് അരച്ച് നെറ്റിൽ തിലകം ചാർത്തിയാൽ കാണുന്ന മാത്രത്തിൽ സർവ്വലോകങ്ങളും വശീഭൂതമായിത്തീരും. ശുദ്ധേലം, തേൻ, ലജ്ജാവന്തി, നെയ്യ്, ശരീരമല എന്നിവ ചേർത്ത് തിലകം തൊടുകയും ഭക്ഷിക്കുകയും ചെയ്താൽ സമ്പൂർണ്ണ ജഗത്തും വശീകരിക്കപ്പെടും.
ശുദ്ധജലത്തിന് പകരം ശുദ്ധ നെയ്യായാലും മതിയെന്നും അഭിപ്രായമുണ്ട്.